ഇന്നലെ കോഴിക്കോടിനെ ആശങ്കയിലാക്കിയ ഒരു രാത്രിയാണ് കടന്നുപോയത്. 10 മണിക്കൂർ നീണ്ടുപോയി തീവ്രമായ പരിശ്രമം തീ അണയ്ക്കാൻ വേണ്ടിയുള്ളത്. കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാത്രി വൈകി വന്ന വാർത്തയാണ്. തീർച്ചയായിട്ടും അതിൽ അനാസ്ഥയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കോഴിക്കോട്ടെ തീ കേരളം അടുത്തിടെ കണ്ടിട്ടില്ലാത്ത അഗ്നിരക്ഷാ ദൗത്യത്തിനാണ് ഇന്നലെ കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിലെ വസ്ത്ര ഗോഡൌണിലുണ്ടായ തീപിടുത്തം മിനിറ്റുകൾക്കുള്ളിൽ 2 നിലകളെ പൂർണ്ണമായും വിഴുങ്ങി. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ പാന്തർ അടക്കം വിവിധ ജില്ലകളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ദൗത്യത്തിന്റെ ഭാഗമായി. ഇന്ന് പുലർച്ചെ 2:30 മണിയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. അത്ര വ്യാപകമായി തീ. നാടിനെ നടുക്കിയ കോഴിക്കോട് തീപിടുത്തത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും നിലവിൽ അന്വേഷണം നടക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ ഫയർ ഓഫീസർ അഷറഫ് അലി 24-നോട് പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായ ഭാഗത്ത് മാത്രം നിലവിൽ ഗതാഗത നിയന്ത്രണം നിലനിൽക്കുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് തരമണം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ശരിക്കും ഇത്രയധികം മണിക്കൂറുകൾ നീണ്ടുപോയ ഒരു രക്ഷാ ദൗത്യം ഫയർഫോഴ്സ് ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ചെയ്തിട്ടില്ല. പറയൂ. അത് തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, അഗ്നിശമന സേനയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ദൗത്യം, അതായത് ലക്ഷ്യം കാണാതെ പോകുന്ന മണിക്കൂറുകളുടെ രക്ഷാപ്രവർത്തന ദൗത്യമാണ്. ആ ദൗത്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏതാണ്ട് 5-ാം മണിക്കൂറിലാണ് യഥാർത്ഥത്തിൽ ഈ തീയുടെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഈ വെള്ളം ചീറ്റാൻ സാധിച്ചത്. മണിക്കൂറുകൾ നീണ്ട ആ പ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് എല്ലാ കാലത്തും ഭീതിയോടുകൂടി, ആശങ്കയോടുകൂടി ഓർക്കാനുള്ള കെട്ടിട നിർമ്മാണ സമയത്ത് അഗ്നിശമന സുരക്ഷാ നിയമങ്ങൾ, ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വലിയ ദുരന്തത്തിന്റെ ദൃഷ്ടാന്തമായി അത് കിടക്കും. കാരണം ഇന്നലെ എന്തോ മഹാഭാഗ്യം കൊണ്ട്, ആ പദം തന്നെ നമ്മൾ അടിവരയിട്ട് ഉപയോഗിക്കേണ്ടി വരും, ഒരു ആളപായമില്ല. ഇത്രയും മണിക്കൂർ നീണ്ട ഈ തീ ആളിക്കത്തിയിട്ടും ഒരാളപായവും ഇല്ലാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നു എന്നത് മഹാഭാഗ്യം എന്ന പദം തന്നെ ഉപയോഗിക്കേണ്ടി വരും കാരണം ഇത്രയും മണിക്കൂർ നീണ്ട, ഏതാണ്ട് 10 മണിക്കൂറോളം നീണ്ട പ്രവർത്തനം. നമ്മുടെ ക്യാമറാമാൻ മുനീഫ് തിരൂർ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇന്നലെ JCB ഉപയോഗിച്ച് തകർത്ത AC മിഷനാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ കൺസീൽഡ് ആക്കിയ ഒരു കെട്ടിടമാണ് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌൺ. 2 നിലയിലാണ് കത്തി അമർന്നത്, ആളിക്കത്തുകയായിരുന്നു. അതായത് തീ കെടുത്താൻ വേണ്ടി ഫയർ എഞ്ചിനുകൾ, അതുപോലെ പോലീസിന്റെ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അതൊന്നും തന്നെ വകവയ്ക്കാതെ തീ ആളിക്കത്തുന്ന കാഴ്ചയാണ് നമുക്ക് ക്യാമറമാൻ മുനീഫ് ഒന്ന് പാൻ ചെയ്താൽ, ഒന്ന് ടിൽഡപ്പ് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതാ ഈ കെട്ടിടം ഇന്നലെ ഓർക്കുന്നുണ്ടാവും. ഇന്നലെ ലൈവ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ മേഖല മുഴുവൻ ആളിക്കത്തുകയായിരുന്നു. പക്ഷേ ഏതാണ്ട് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് നമ്മുടെ ഫയർ സേഫ്റ്റി കമാൻഡോസിനകത്തേക്ക് കയറാൻ സാധിച്ചത്. അതിന്റെ ഫലം കണ്ടു. പിന്നീട് തീ നിയന്ത്രണ വിധേയമായി. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ ഇപ്പോൾ പരിശോധനകളുടെ പ്രളയമായിരിക്കും. കാരണം കോർപ്പറേഷന്റെ പരിശോധന, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ പരിശോധന, ഈ 2 പരിശോധനകൾ എത്രയും വേഗം പൂർത്തിയാക്കി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകാൻ കലക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഞാനിപ്പോഴുള്ള ഈ ബാലുശ്ശേരി ഭാഗത്തേക്ക് ബസ് പോകുന്ന 5 ട്രാക്കുകളിൽ ബസ്സുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് ഈ മേഖല ഇപ്പോൾ സീസ് ചെയ്തിരിക്കുകയാണ് മറ്റു തുടർ പരിശോധനകൾക്ക് വേണ്ടി. താങ്ക് യു. ദീപക് തരമുടമാണ് നമുക്കൊപ്പം ചേർന്നത്.
ഒരുപക്ഷെ പല പ്രേക്ഷകരും ഇപ്പോൾ ഷീജ പറഞ്ഞു എല്ലാം കത്തി നശിച്ച കടയുടമയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. അതുപോലെ ആദം മുഹമ്മദ് പറയുന്നു കെട്ടിടങ്ങൾക്ക് അനുമതി ലഭിക്കുമ്പോൾ സർക്കാരിന് ഫീസും ഉദ്യോഗസ്ഥർക്ക് കിമ്പളവും കിട്ടുന്നു, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ശരിക്കും അപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ മരണാനന്തര റിപ്പോർട്ട് തേടിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും ഈ അനുമതി കൊടുക്കുന്നതിൻ്റെ പിന്നിലൊക്കെ തന്നെ അഴിമതിയുണ്ട് എന്ന് എത്രയോ കാലമായി പറഞ്ഞു കേൾക്കുന്നു. കാരണം ഇതിൽ ഈ പ്രവർത്തിക്കുന്ന കടകൾക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള ഫയർ സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ, അതിന് അവർ പുതുക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനാണ് നമ്മൾ ജീവനക്കാരെ വെച്ചിട്ടുള്ളത് എങ്കിൽ പോലും പല കാരണങ്ങളാൽ അതൊന്നും നടക്കുന്നില്ല. എന്തെങ്കിലും ഇതുപോലുള്ള ആപത്ത് സംഭവിക്കുമ്പോൾ മാത്രം നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. കാരണം എത്രയോ മണിക്കൂർ, എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ് ഇന്നലെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. പഴയ കെട്ടിടങ്ങളുടെ സമുച്ചയമാണ് ഇന്നലെ തീപിടിച്ചത്. മാത്രമല്ല ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണിലാണ് ഇന്നലെ വൈകുന്നേരം 4:50 തീപിടിച്ചത്. എന്നിട്ട് തീ പടരുകയായിരുന്നു. തീ ആളിക്കത്തി പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിയന്ത്രിക്കുന്നവരും കൂടുതൽ തീ ആളിക്കത്തുന്ന രംഗമാണ് കണ്ടത്. രാത്രി 10 മണിയോടെയാണ് കുറച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമായത് എന്നാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. ഒരുപക്ഷേ ഇന്നലെ കോഴിക്കോട് മാത്രമല്ല നമ്മുടെ ലോകമെമ്പാടും ഇരുന്ന് ആളുകൾ ഈ തീ അണയ്ക്കാൻ നമ്മൾ പാടുപെടുന്നത് കണ്ടിട്ടുണ്ടാകും. സൗകര്യങ്ങൾ കുറച്ച് കുറവാണെന്ന് നമുക്കെന്നറിയാം. പക്ഷേ സൗകര്യങ്ങളെക്കാളും നമ്മൾ പിന്നാമ്പുറത്തുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന വിട്ടുവീഴ്ചകളും ആ വിട്ടുവീഴ്ചകൾക്ക് മുകളിൽ ഭാരം വയ്ക്കുന്നതും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഒക്കെ തന്നെ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. കാരണം ഈ കൈക്കൂലി കൊടുക്കുന്നതൊക്കെ ജനകീയവൽക്കരിക്കുന്ന ഒരു കാലത്ത്, മാത്രമല്ല കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും എന്തോ എളുപ്പ വഴിയാണ്, ന്യായമായ പരിപാടിയാണ്, കലാപരിപാടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഇതൊന്നും അത്ഭുതമല്ല സുഹൃത്തുക്കളെ. ദീപക് തരമണ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഒരുപക്ഷെ റിപ്പോർട്ടുകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിരിയാണ് വരുന്നത്. ഏത് കാര്യത്തിലും ഇപ്പോൾ റിപ്പോർട്ട് തേടുന്ന ഒരു പതിവ് കലാപരിപാടിയായിട്ടുണ്ട്. എന്നാൽ ഈ സെക്രട്ടേറിയറ്റിൽ പൊടി പിടിച്ചിരിക്കുന്ന അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് നാം അറിയാറില്ല. SKN പറഞ്ഞത് തന്നെയാണ് ശരി. റിപ്പോർട്ട് തേടുക എന്നുള്ളത് ഒരു ആചാരം മാത്രമായി നടക്കുകയാണ്. ഏതൊരു ദുരന്തം നടക്കുമ്പോഴും റിപ്പോർട്ട് തേടും. അതുപോലെ തന്നെയാണ് ഇപ്പം ചീഫ് സെക്രട്ടറി ജയതിലകൻ അടിയന്തര റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. അത് കലക്ടർ നൽകുകയും ചെയ്യും. പക്ഷേ എന്നാൽ അതിലപ്പുറത്തേക്ക് എന്ത് നടപടി എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം സംശയലേശമില്ലാതെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഒരു ചട്ടവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ഈ അഗ്നി എന്നുള്ളത് ഉറപ്പാണ്. കാരണം SKN ഇതാ നമ്മുടെ ക്യാമറാമാൻ മുനീഫ് തിരൂർ ഒന്ന് മുകളിലേക്ക് പാൻ ചെയ്യും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം തന്നെ ഗ്യാപ്പുണ്ട്, വെള്ളം ഉള്ളിലേക്ക് ചീറ്റാൻ സാധിക്കും. പക്ഷേ ഇന്നലെ ഇത്രയും ഏരിയയിൽ കൺസീൽഡ് ആയിരുന്നു, മെറ്റാലിക് കൺസീൽഡായ ഒരു കെട്ടിടം ഉണ്ടാകുന്നു. ആ കെട്ടിടത്തിൽ ഈ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനവും ഇല്ലാതെ കിടക്കുന്നു. അതിനകത്തേക്ക് ഏതാണ്ട് 5 മണിക്കൂർ വിഫലമായ ശ്രമമായിരുന്നു അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ നടത്തിയത്. മാത്രവുമല്ല എയർപോർട്ട് അതോറിറ്റിയുടെ ഈ ഏറ്റവും വലിയ ഫയർ പന്തർ വരെ വന്നു കഴിഞ്ഞു. 8 കോടി രൂപ വില വരുന്ന സംവിധാനമാണ്. ആ സംവിധാനം വന്നിട്ട് പോലും ഫലം കാണാത്ത സാഹചര്യം. ഒടുവിൽ JCB ഉപയോഗിച്ചുകൊണ്ട് കെട്ടിട ഭാഗങ്ങൾ പൊളിക്കുന്നു. മാത്രവുമല്ല ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണിൽ ഇന്നലെ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. ഹോൾസെയിൽ ഗോഡൗണിൽ ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ആളപായത്തിൻ്റെ ഒരു വലിയ ദുരന്തത്തിലേക്ക് അത് പോകുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കോഴിക്കോട് നഗരത്തിൽ ഒരാളപായമില്ലാതെ ഈ 7 മണിക്കൂറിൽ മുതൽ അത് അപ്പുറത്തേക്ക് നീണ്ട ഒരു തീപിടുത്തത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തെ രക്ഷപ്പെടുത്താനായത്. ഇതിൽ 2 കാര്യങ്ങൾ SKN പ്രധാനം. ഒന്ന്, കെട്ടിടത്തിന് അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, പരിശോധിക്കേണ്ടവർ അത് പരിശോധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. SKN പറഞ്ഞതുപോലെ കോർപ്പറേഷന് പണം കിട്ടും, ഫയറിന് ഫീസ് കിട്ടും, അപ്പോൾ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും SKN. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒരു നോട്ടീസെങ്കിലും ഇതിനു മുൻപ് നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല, ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തരമടം. എന്തായാലും ഇന്നലത്തെ തീപിടുത്തം നമ്മളിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആളപായമില്ല. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഒരു പൊതു അവധി ദിവസമായതുകൊണ്ട് മിക്ക കടകളും അടഞ്ഞു കിടന്നു. അവിടെ എങ്ങും ജീവനക്കാരില്ല. എന്നാൽ ഈ ഫാഷൻ ബസാറിലെ കാലിക്കറ്റ് ഫാഷൻ ബസാറിലാണ് ആദ്യം തീപിടിച്ചെന്ന് നിങ്ങൾക്കറിയാം. ഈ ബസാറിലെ ഗോഡൗണിൽ നിന്ന് സ്ത്രീകളും യുവാക്കളും ഓടിയിറങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നു. സമീപത്തെ വ്യാപാരികൾ അമ്പരന്ന് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞ് രക്ഷപ്പെട്ടോളാൻ ഇവർ പറഞ്ഞു. ഇത് കേട്ടതോടെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടെന്നൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഓടി അകന്നതുകൊണ്ടാണ് ആളപായം ഒന്നും ഉണ്ടാകാതിരുന്നത്. മാത്രമല്ല ഇന്നലെ അവധിയായിരുന്നു. ഒരുപക്ഷെ അതല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു കാര്യമായിരുന്നേനെ.
അപ്പോൾ ഇത് ശരിക്കും സംസ്ഥാന സർക്കാർ തന്നെ ഇതിൽ മുൻകൈയിട്ടിറങ്ങി നമ്മുടെ ജില്ലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ കെട്ടിട സമുച്ചയങ്ങളും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിനൊക്കെ ആധികാരികമായ ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. ഫയർ സേഫ്റ്റി മെഷേഴ്സ് അവർ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്.